ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ എൻവയോൺമെൻറ്റൽ സയൻസ് EVS ആണ്. EVS പുതിയ പാഠപുസ്തകമാണ്. 2026 ചില മാറ്റങ്ങളോട് കൂടിയിട്ട് നിങ്ങൾക്ക് പോർഷൻസ് മാറ്റമുണ്ട്. അതേ ചാപ്റ്റേഴ്സ് തന്നെയാണ്, എങ്കിലും ചാപ്റ്റേഴ്സിൻ്റെ പോർഷൻസ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. 2026 പുതിയ പാഠപുസ്തകത്തിൻ്റെ ക്ലാസ്സുകളാണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ഇതാ നിങ്ങൾ നോക്കിക്കോളൂ, 2026 ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ പുതിയ പാഠപുസ്തകമാണ്. നമുക്ക് നോക്കാം. നമ്മുടെ ചാപ്റ്റർ വരുന്നത് ചാപ്റ്റർ 2 ഇന്ത്യ ഈസ് മൈ കൺട്രി ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സിൻ്റെ ചാപ്റ്റേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകൾ ലഭിച്ചില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മളതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. ക്ലാസ് 4 EVS പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ, ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സിൻ്റെ ക്ലാസ്സുകൾ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യ ഈസ് മൈ കൺട്രി ആണ്. ഇന്ത്യ ഈസ് മൈ കൺട്രി എന്നതിൻ്റെ ഫുൾ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ലാസ്റ്റ് വരുന്ന ലെറ്റേഴ്സ് ആൻസേഴ്സ്, അതിൻ്റെ ഉത്തരങ്ങൾ എല്ലാം ഉൾപ്പെടുന്ന ക്ലാസ്സാണിത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഇന്ത്യ ഈസ് മൈ കൺട്രി, നമ്മുടെ രാജ്യമാണ് ഇന്ത്യ അല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ആദ്യം തന്നെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ് ആർ ഗോയിങ് ഓൺ അറ്റ് ദ സ്കൂൾ. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ, ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷങ്ങൾ നടക്കുകയാണ് സ്കൂളിൽ. വേരിയസ് പ്രോഗ്രാംസ് ഹാവ് ബീൻ പ്ലാൻഡ്, ഒരുപാട് പരിപാടികളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. The children started collecting information to prepare a magazine. മാഗസീനിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയാണ് റിലേറ്റഡ് ടു ഇൻഡിപെൻഡൻസ് ഡേ. എന്തിനെ സംബന്ധിച്ച്? ഇൻഡിപെൻഡൻസ് ഡേയുടെ അല്ലേ. ദേ അപ്രോച്ച്ഡ് ദെയർ ടീച്ചർ, അവരുടെ ടീച്ചറെ അപ്രോച്ച് ചെയ്യുകയാണ്. ടീച്ചർ ആസ്ക്ഡ് അബൌട്ട് ദെയർ നീഡ്സ്, ടീച്ചർ അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. ചിൽഡ്രൻ, ക്യാൻ യു സേ ദ ഫോറിനേഴ്സ് ഹു റൂൾഡ് അവർ കൺട്രി? ദ ടീച്ചർ ആസ്ക്ഡ്. അപ്പോൾ കുട്ടികളോട് ടീച്ചർ ചോദിക്കുകയാണ്, ഏത് ഫോറിനേഴ്സാണ് നമ്മുടെ രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുക. കുട്ടികൾ ഉത്തരം പറയണു, ഇത് ബ്രിട്ടീഷ്. ചിൽഡ്രൻ റിപ്ലൈഡ് എന്തൂസിയാസ്റ്റിക്കലി, ബ്രിട്ടീഷുകാർ ഭരിച്ചു. ദ പോർച്ചുഗീസ്, ദ ഡച്ച് ആൻഡ് ദ ഫ്രഞ്ച് ഓൾസോ ഹാഡ് ദെയർ റിജൈം ഇൻ മെനി പാർട്സ് ഓഫ് അവർ കൺട്രി, ടീച്ചർ ആഡഡ്. അപ്പോൾ കുട്ടികൾ ബ്രിട്ടീഷ് എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറയും, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ ഇവരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഭരിച്ചിട്ടുണ്ടായിരുന്നു, ടീച്ചർ പറയും. Do you know how the British started ruling our country? The children looked at one another as if they did not know. അപ്പോൾ ടീച്ചർ ചോദിക്കും, എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് അവരുടെ ഭരണം, റൂളിംഗ് സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയാമോ എന്ന് ചോദിക്കും. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, അവർക്കത് അറിയില്ല, അവർ പരസ്പരം നോക്കും. ടീച്ചർ ടുക്ക് എ പിക്ചർ സ്റ്റോറി ഫ്രം ദ കബോർഡ് ആൻഡ് ഗേവ് ഇറ്റ് ടു ദം ടു റീഡ്. അപ്പോൾ കബോർഡിൽ നിന്ന് ഒരു പിക്ചർ സ്റ്റോറി, ചിത്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു കഥ എടുത്തിട്ട് ഇവരുടെ കയ്യിൽ കൊടുത്തിട്ട് വായിക്കാൻ വേണ്ടി പറയും. ദ ചിൽഡ്രൻ ബിഗാൻ റീഡിങ് ദ ബുക്ക് വിത്ത് ഗ്രേറ്റ് ഇൻട്രസ്റ്റ്. വളരെ ഇൻട്രസ്റ്റോട് കൂടി കുട്ടികൾ ആ ബുക്ക് വായിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ ബുക്കിലുണ്ടായിരുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആദ്യത്തെ ചിത്രം, Foreigners came to India by ship to buy spices such as cardamom and pepper, fabrics such as silk and cotton. അപ്പോൾ ഈ വിദേശികൾ, ഫോറിനേഴ്സ് ഇന്ത്യയിലേക്ക് വരുന്നത് കപ്പലിലാണ്. എന്തിനാണ് ഇവർ വരുന്നത്? സ്പൈസസ് അല്ലേ, അതായത് കുരുമുളകും ഏലക്ക പോലെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരികയാണ്. അതേപോലെ സിൽക്ക്, കോട്ടൺ, ഇതെല്ലാത്തിനും വേണ്ടിയാണ് ഇവർ വരുന്നത് ആദ്യം. Gradually, they obtained special privileges from the kings and established trading centers here. പതുക്കെ ഇവിടുത്തെ രാജാക്കന്മാരിൽ നിന്ന് ഇവർക്ക് കൂടുതലുള്ള അധികാരങ്ങളും കൂടുതൽ പ്രിവിലേജസും കിട്ടിത്തുടങ്ങി. അങ്ങനെ ഇവരിവിടെ കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. എവിടെ? ഇന്ത്യയിൽ കേട്ടോ. മൂന്നാമത്തെ ചിത്രം നോക്കൂ. സിൻസ് ദ കിങ്സ് ഓഫ് ഡിഫറെൻറ്റ് റീജിയൻസ് ഇൻ ഇന്ത്യ വർ ഫൈറ്റിംഗ് എമംഗ് ദംസെൽസ് ആസ് എനിമീസ്, ഇറ്റ് ബിക്കേം ഈസി ഫോർ ദ ഫോറിനേഴ്സ് ടു എക്സ്റ്റാബ്ലിഷ് ദെയർ ഡോമിനൻസ്. അപ്പോൾ ആ പീരീഡിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നു. അവർ പരസ്പരം തന്നെ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിമീസ് ആയിരുന്നു, ശത്രുക്കളായിരുന്നു. ഇത് ബ്രിട്ടീഷുകാർക്ക് കുറച്ചുകൂടി എളുപ്പമായി. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഇവിടുത്തെ രാജാക്കന്മാരെ തന്നെ തമ്മിൽ അടുപ്പിച്ചിട്ട് ഇവിടെ അവർ അധികാരം സ്ഥാപിച്ചു. നാലാമത്തെ പിക്ചർ നോക്കൂ. They frightened the local people with guns and subdued them. They captured the native kingdoms. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ജനങ്ങളെ തോക്കും ആയുധങ്ങളും കാണിച്ച് ഇവർ ഭയപ്പെടുത്തി നേറ്റീവ് കിങ്ഡംസ് പിടിച്ചടക്കി.
അഞ്ചാമത്തെ ചിത്രം, ദസ് എവറിത്തിങ് ലൈക്ക് ദ കിങ്സ് അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് കെയിം അണ്ടർ ദെയർ കൺട്രോൾ. രാജാക്കന്മാരും കൃഷിയും കച്ചവടവും എല്ലാം ഇവരുടെ കൺട്രോളിലായി. ഗ്രാജുവലി ദ ബ്രിട്ടീഷ് ഗെയിൻ ഡോമിനൻസ് ഓഫ് ദ എൻറ്റയർ റീജിയൺ ഓഫ് ഇന്ത്യ. പതുക്കെ പതുക്കെ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഇവരുടെ ആധിപത്യം സ്ഥാപിച്ചു. ആഫ്റ്റർ ദാറ്റ് ഫോർ നിയർലി 200 ഇയേഴ്സ് ഇന്ത്യ റിമൈൻഡ് അണ്ടർ ദെയർ റൂൾ. അതിനുശേഷം 200 വർഷത്തോളം ഇന്ത്യ ഇവരുടെ ഭരണത്തിലായിരുന്നു. ഇത് നമുക്കറിയാവുന്ന കഥ, നമുക്ക് തന്നിരിക്കുന്ന 6 ചിത്രങ്ങളിൽ നിന്നുള്ള കഥ. ഇനി കഥയിൽ നിന്നുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം നമുക്ക്. ആദ്യ ചോദ്യം വരുന്നത്, വൈ ഡിഡ് ഫോറിനേഴ്സ് കം ടു ഇന്ത്യ? എന്തിനാണ് ഫോറിനേഴ്സ് ഇന്ത്യയിലേക്ക് വന്നത്? ഉത്തരം, ഫോറിനേഴ്സ് കെയിം ടു ഇന്ത്യ ടു ബൈ സ്പൈസസ് സച്ച് എസ് കാർഡമം ആൻഡ് പെപ്പർ, ഫാബ്രിക് സച്ച് എസ് സിൽക്ക് ആൻഡ് കോട്ടൺ. ആൻഡ് ചേർത്തിക്കോളൂ കേട്ടോ, കാർഡമം ആൻഡ് പെപ്പർ, ഫാബ്രിക് സച്ച് എസ് സിൽക്ക് ആൻഡ് കോട്ടൺ. അടുത്ത ചോദ്യം 2 ഇത്, ഹൗ കുഡ് ദ ഫോറിനേഴ്സ് എക്സ്റ്റാബ്ലിഷ് ദെയർ പവർ ഈസിലി ഇൻ ഇന്ത്യ? എങ്ങനെയാണ് ഇന്ത്യയിൽ അവർ ഈസി ആയിട്ട് പവർ സ്ഥാപിച്ചത്? ഉത്തരം ഇതാണ്, ദ കിങ്സ് ഓഫ് ഡിഫറെൻറ്റ് റീജിയൻസ് ഇൻ ഇന്ത്യ വർ ഫൈറ്റിംഗ് എമംഗ് ദംസെൽസ് ആസ് എനിമീസ്. ഇറ്റ് ബിക്കേം ഈസി ഫോർ ദ ഫോറിനേഴ്സ് ടു എക്സ്റ്റാബ്ലിഷ് ദെയർ പവർ ഇൻ ഇന്ത്യ. അപ്പോൾ ഇവിടെയുള്ള രാജാക്കന്മാർ തമ്മിൽ തന്നെ പരസ്പരം അടിയായിരുന്നു, വഴക്കായിരുന്നു, ശത്രുതയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈസി ആയിരുന്നു ഫോറിനേഴ്സ് ഇവിടെ അധികാരം സ്ഥാപിക്കാൻ. അടുത്ത ചോദ്യം നോക്കൂ, വൈ വേർ ഇന്ത്യൻസ് അണേബിൾ ടു വിത്ത്സ്റ്റാൻഡ് ദ ബാറ്റിൽസ് എഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്? ഇന്ത്യക്കാർക്ക് എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ യുദ്ധങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോയത്? ഉത്തരം, ദേ ഫ്രൈറ്റൺ ലോക്കൽ പീപ്പിൾ വിത്ത് ഗൺസ് ആൻഡ് സബ്ഡ്യൂഡ് ദം. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ഗണ്ണും മറ്റു ആയുധങ്ങളും ഉണ്ടായിരുന്നു, അതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിച്ചില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. നമുക്ക് അടുത്തത് നോക്കാം. ഇനി സ്ട്രഗിൾസ് എഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് ആണ്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരങ്ങൾ. ദ റൂൾ ഓഫ് ദ ബ്രിട്ടീഷ് ക്രിയേറ്റഡ് മെനി ഹാർഡ്ഷിപ്പ് ഫോർ ദ പീപ്പിൾ. ദ പീപ്പിൾ ഡിഡ് നോട്ട് ഹാവ് ദ ഫ്രീഡം ടു ഡു എനിത്തിങ് അക്കോർഡിംഗ് ടു ദെയർ വിഷ്. ബ്രിട്ടീഷുകാരുടെ ഭരണം നമ്മുടെ ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചോ സ്വാതന്ത്ര്യത്തോടെയോ നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക്. ദ സഫറിംഗ് പീപ്പിൾ ലോങ്ഡ് ഫോർ ഫ്രീഡം. അപ്പോൾ ഈ അനുഭവിച്ച ആളുകൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. ദേ സ്റ്റാർട്ടഡ് പ്രൊട്ടസ്റ്റ് എഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. പല പല സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രൊട്ടസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തു. ദേ പ്രൊട്ടസ്റ്റഡ് ബൈ ബ്രേക്കിംഗ് ലോസ്. നിയമങ്ങൾ ലംഘിച്ചു. ഡിക്ലെയറിംഗ് നോൺ കോപ്പറേഷൻ. ഇനി ബ്രിട്ടീഷുകാരുമായി സഹകരിക്കില്ല എന്ന് ഡിക്ലെയർ ചെയ്തു, പ്രഖ്യാപിച്ചു. ആൻഡ് ഓർഗനൈസിങ് മാർച്ചസ്. ഒരുപാട് മാർച്ച് ഓർഗനൈസ് ചെയ്തു. ദണ്ഡി മാർച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതുപോലെ. സച്ച് പ്രൊട്ടസ്റ്റ് സ്പ്രെഡ് അക്രോസ് ദ കൺട്രി ആൻഡ് ഇറ്റ് ബിക്കെയിം എ ഗ്രേറ്റ് ഫ്രീഡം സ്ട്രഗിൾ. പതുക്കെ പതുക്കെ ഈ ഒരു കലാപങ്ങൾ എല്ലായിടത്തേക്കും, പ്രൊട്ടസ്റ്റ് എല്ലായിടത്തേക്കും വ്യാപിച്ചു. അങ്ങനെ അത് സ്വാതന്ത്ര്യ സമരമായി മാറി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ചുള്ള അനുയായികളുമാണ്. ഇത് ദണ്ഡി മാർച്ചിന്റെ ചിത്രമാണ് കേട്ടോ. വി വിൽ നോട്ട് പേ ടാക്സ് ഫോർ സോൾട്ട്, വി വിൽ ബ്രേക്ക് ദ ചെയിൻസ് ഓഫ് സ്ലേവറി, ഫ്രം സബർമതി റൈസസ് ദ ബഗിൾ ഓഫ് സ്ട്രഗിൾ. നമ്മൾ സോൾട്ടിന് ടാക്സ് കൊടുക്കില്ല എന്നാണ് ഗാന്ധിജി പറയുന്നത്. അന്ന് ബ്രിട്ടീഷുകാർ ഉപ്പിന് വരെ നികുതി ഏർപ്പെടുത്തി. നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്ന ഉപ്പിന് വരെ നമ്മൾ നികുതി കൊടുക്കണം, ടാക്സ് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ബ്രിട്ടീഷുകാരെ ഇന്ത്യക്കാരെ എത്തിച്ചു. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യുന്ന നിയമമായിരുന്നു, അതിന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഗാന്ധിജി നടത്തിയ പ്രൊട്ടസ്റ്റ് ആയിരുന്നു ദണ്ഡി മാർച്ച്. Hundreds of people shouted this slogan from the Sabarmati ashram where Gandhiji lived. അപ്പോൾ സബർമതി ആശ്രമത്തിൽ നിന്നാണ് ദണ്ഡി യാത്ര തുടങ്ങുന്നത്. ഗാന്ധിജി അവിടെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഗാന്ധിജി വാക്ക്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റോസ് ഓഫ് ഫ്രീഡം ഫൈറ്റേഴ്സ് ആഫ്റ്റർ വാക്കിംഗ് ഫോർ 24 days. അപ്പോൾ സബർമതി ആശ്രമത്തിൽ നിന്ന് ഇവർ യാത്ര തിരിച്ച് ദണ്ഡി കടപ്പുറം വരെ ഇവർ പോകുന്നുണ്ട് കേട്ടോ. ഗുജറാത്തിൽ ദണ്ഡി കടപ്പുറം വരെ പോയിട്ട് 24 ദിവസം കാൽനടയായിട്ടാണ് നടന്നാണ് പോണത് കേട്ടോ. എബൌട്ട് 390 kilometers, 390 കിലോമീറ്ററുകൾ നടന്ന് ദേ റീച്ച്ഡ് ദണ്ഡി സീഷോർ, ദണ്ഡി കടപ്പുറത്തെത്തും. There they produced salt by evaporating sea water. അപ്പോൾ കടൽ വെള്ളം കുറുക്കി അവിടെ നിന്ന് ഉപ്പുണ്ടാക്കും. Taking a handful of salt in his hand, ഗാന്ധിജി declared loudly. അങ്ങനെ കുറുക്കിയ ഒരു പിടി ഉപ്പ് കയ്യിലെടുത്തിട്ട് ഗാന്ധിജി പ്രഖ്യാപിക്കുകയാണ്, Britishers, you may break these hands, but you can never take away our right to make salt. നിങ്ങൾക്ക് ഈ കൈകൾ എന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്യാം, കൈകൾ ഒടിക്കാം അല്ലെങ്കിൽ നശിപ്പിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ അവകാശത്തെ എടുത്തു കളയാൻ കഴിയില്ല എന്ന് പറയും.
At that time, many Indians were engaged in making salt by evaporating seawater. But the British prohibited Indians from producing salt from our seashores. ആ കാലത്ത് ഒരുപാട് ഇന്ത്യക്കാർ കടൽ വെള്ളം കുറുക്കിയിട്ട് എന്തുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഉപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ ഇത് സമ്മതിച്ചില്ല. ദേ ഇമ്പോസ്ഡ് ഹെവി ടാക്സസ് ഓൺ സോൾട്ട്. അത് നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്ക് അത് ചെയ്യാനുള്ള അനുമതിയും കൊടുത്തില്ല. അനുവാദം കൊടുക്കാണ്ട് ഉപ്പിന് ടാക്സ് വേറെ അവർ ഏർപ്പെടുത്തി. The law said that anyone who produced salt would be punished with imprisonment. ഇനി നിയമം ലംഘിച്ചിട്ട് ആരെങ്കിലും ഉപ്പ് കുറുക്കിയാൽ, ഉപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെ ജയിലിൽ അടച്ച് പണിഷ്മെന്റ് കൊടുക്കും എന്ന് ബ്രിട്ടീഷുകാരുടെ ഒരു നിയമവും കൊണ്ടുവന്നു. അങ്ങനെയാണ് വേറെ നിവൃത്തിയില്ലാണ്ട് ഗാന്ധിജി സോൾട്ട് സത്യാഗ്രഹം നടത്തുന്നത്, ഉപ്പ് സത്യാഗ്രഹം. The struggle against this spread across the country as the Salt Satyagraha took place in 1930. രാജ്യത്തുടനീളം ഇത് വ്യാപിച്ചു. 1930 സോൾട്ട് സത്യാഗ്രഹ കേട്ടോ. Many such struggles helped India to gain independence. Let us get familiar with another struggle. അപ്പോൾ സോൾട്ട് സത്യാഗ്രഹ വൺ ഓഫ് ദി സ്ട്രഗിൾ ആണ്, നമ്മൾ പഠിച്ചു വെക്കണം. അടുത്ത ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942. ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിട്ടു പോകാൻ തന്നെയാണ് കേട്ടോ അതിൻ്റെയും ഒരു അർത്ഥം. The Quit India movement was another powerful phase of the Indian freedom struggle. The slogan "Britishers quit India" became the inspiration of this movement. Gandhiji's call "Do or die" was accepted by the people. അപ്പോൾ ഗാന്ധിജിയുടെ ഇതിലത്തെ ഒരു കോളായിരുന്നു, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഒരു കോട്ടിംഗ് ആണ്, എന്താണ്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി പറഞ്ഞ കാര്യമാണ് ഡു ഓർ ഡൈ. ഓഗസ്റ്റ് 19 ക്വിറ്റ് ഇന്ത്യ ഡേ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ആരാണ് മഹാത്മാഗാന്ധി എന്ന് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാം അറിയാം, നമ്മുടെ ഫാദർ ഓഫ് നേഷൻ ആണ് അല്ലേ. മഹാത്മാഗാന്ധി ഈസ് എ ലീഡർ ഹു ഇൻസ്പയർഡ് നോട്ട് ഓൺലി ഇന്ത്യൻസ് ബട്ട് ഓൾസോ ദ ഹോൾ വേൾഡ്. ലോകത്തെ ആകെ ഇൻസ്പയർ ചെയ്യിപ്പിച്ച ആളാണ് ഗാന്ധിജി. ഹി ഈസ് ദ ഫാദർ ഓഫ് അവർ നേഷൻ, നമ്മുടെ രാഷ്ട്രപിതാവാണ്. ഗാന്ധിജി വാസ് ബോൺ ഇൻ പോർബന്ദർ ഇൻ ഗുജറാത്തിലെ പോർബന്ദറിൽ ജനനം. ഹിസ് റിയൽ നെയിം വാസ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഹി റിട്ടേൺ ടു ഇന്ത്യ ആഫ്റ്റർ ലീവിംഗ് ഹിസ് പ്രൊഫഷൻ ആസ് എ ലോയർ ഇൻ സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ഗാന്ധിജി എന്ത് ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഗാന്ധിജി ഒരു വക്കീലായിരുന്നു കേട്ടോ, ഒരു ലോയർ ആയിരുന്നു. ആഫ്രിക്കയിലാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത്, സൗത്ത് ആഫ്രിക്കയിലെ ജോലി ഉപേക്ഷിച്ചതിന് ശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നത്. വിത്ത് ഹിസ് സിമ്പിൾ ലൈഫ്, നോബിൾ തോട്ട്സ് ആൻഡ് അഫെക്ഷനേറ്റ് ഡീലിംഗ്സ്, ഹി സൂൺ റോസ് ആസ് എ ലീഡർ ഓഫ് ഇന്ത്യ. പതുക്കെ അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം ലീഡറായി മാറി ഇന്ത്യയുടെ. ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് were reflected in his words and actions. സത്യവും അഹിംസയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്കായ. അദ്ദേഹം അങ്ങനെയാണ് എല്ലാം നേടിയത്. പീപ്പിൾ ലവിംഗ്ലി കോൾഡ് ഹിം ബാപ്പുജി എന്ന് വിളിച്ചത് ഗാന്ധിജീനെ ആണ്. He led movements such as Champaran Satyagraha 1917, Non-Cooperation Movement 1920, Salt Satyagraha 1930 and Quit India Movement 1942. ഇത്രയും മൂവ്മെൻറ്റ്സ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നതാണ്. ഇനി കളക്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഗാന്ധിജി വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ സ്കൂൾ ലൈബ്രറി ആൻഡ് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട്. ഗാന്ധിജീനെ കുറിച്ചിട്ട് നിങ്ങളുടെ ലൈബ്രറിയിൽ നിന്ന് കളക്ട് ചെയ്ത് ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജീനെ കുറിച്ചുള്ള ഷോർട്ട് നോട്ട് ഞാനിവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ആവശ്യമുള്ളവർ ഇത് നോട്ട് ചെയ്ത് എടുത്തുകൊള്ളുക. ഇതാണ് ഗാന്ധിജീനെ കുറിച്ചുള്ള ഷോർട്ട് നോട്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാവുന്നതാണ്, ഷോർട്ട് നോട്ടാണ് ഇത്. ഞാൻ വായിക്കുന്നില്ല. You have understood about Gandhiji. Let us get familiar with some other national leaders who led the freedom struggle. ഗാന്ധിജി മാത്രമല്ല നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. നെഹ്റുജി ഉണ്ട്, ജവഹർലാൽ നെഹ്റു was a leader who worked in the forefront of the freedom struggle. After independence, he became the first prime minister of India. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു ആര്? നമ്മുടെ ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യ പ്രധാനമന്ത്രി. ഹി ലവ്ഡ് ചിൽഡ്രൻ വെരി മച്ച്. ഇദ്ദേഹത്തിന് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുട്ടികൾ ഇദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിച്ചു. ഇമാജിൻ ദാറ്റ് യു മീറ്റ് ചാച്ചാജി ഇൻ പേഴ്സൺ. വാട്ട് വുഡ് യു ആസ്ക് ഹിം? റൈറ്റ് 5 ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഈ ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാൻ സാധ്യതയുള്ള 5 ചോദ്യങ്ങൾ എഴുതുക. ആദ്യ ചോദ്യം, വാട്ട് വാസ് ദ മോസ്റ്റ് ചലഞ്ചിങ് മൊമെന്റ് യു ഫേസ്ഡ് വൈൽ ഫൈറ്റിംഗ് ഫോർ ഇന്ത്യാസ് ഫ്രീഡം?
അടുത്ത ചോദ്യം, ഹൗ ഡിഡ് ഇറ്റ് ഫീൽ ടു സീ ദ ഇന്ത്യൻ ഫ്ലാഗ് ബീങ് റേസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഓൺ ഇൻഡിപെൻഡൻസ് ഡേ? അടുത്ത ചോദ്യം, വൈ ഈസ് ഇറ്റ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ ചിൽഡ്രൻ ടു റിസീവ് എ ഗുഡ് എഡ്യൂക്കേഷൻ? Fourth, what is your favorite memory from your time spent with the children of India? 5. What message or advice do you have for the youth of today? അപ്പോൾ ഇങ്ങനെ 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ജവഹർലാൽ നെഹ്റുവിനോട് ചോദിക്കാവുന്നതാണ്. ഇത് തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാട്ടോ. Let us learn about some more leaders who led the freedom struggle. അപ്പോൾ ഫ്രീഡം സ്ട്രഗിളിലെ ലീഡേഴ്സിൻ്റെ പേര് പഠിച്ചു വെക്കുക, നമുക്ക് എഴുതേണ്ടി വരും എക്സാമിന്. സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഗോപാലകൃഷ്ണ ഗോഖലെ, സരോജിനി നായിഡു, ബാൽ ഗംഗാധർ തിലക്, ഭഗത് സിംഗ്, അരുണ ആസഫ് അലി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇവരെല്ലാം ഫ്രീഡം സ്ട്രഗിളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്. ഇനി കേരളത്തിലും ഫ്രീഡം സ്ട്രഗിൾ നടന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ദ എന്തൂസിയാസം ഓഫ് ദ ഫ്രീഡം മൂവ്മെന്റ്സ് ലെഡ് ബൈ ഗാന്ധിജി സ്പ്രെഡ് ടു കേരള ആസ് വെൽ. കേരളത്തിലും ഉപ്പ് സത്യാഗ്രഹം നടന്നു. സോൾട്ട് ലോ വാസ് വയലേറ്റഡ് അറ്റ് പയ്യന്നൂർ ബീച്ച് ഇൻ കണ്ണൂർ. കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിയമം ഇവിടെ ലംഘിച്ചു. സോൾട്ട് ലോ ബ്രേക്ക് ചെയ്ത് ബ്രിട്ടീഷുകാരെ വെല്ലുവിളിക്കുന്നുണ്ട്. ദ സ്ട്രഗിൾ വാസ് ലെഡ് ബൈ കെ കേളപ്പൻ. അപ്പോൾ ഇവിടെ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് കെ കേളപ്പൻ ആയിരുന്നു. ലേറ്റർ ഹി കെയിം ടു ബി നോൺ ആസ് കേരള ഗാന്ധി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കെ കേളപ്പൻ. ദർ വെർ മെനി കേരളൈറ്റ്സ് ഹു ലെഡ് ദ ഫ്രീഡം സ്ട്രഗിൾ. ഇദ്ദേഹം മാത്രമല്ല, വേറെയും കുറേ കേരളൈറ്റ്സ് ഫ്രീഡം സ്ട്രഗിളിൽ ഭാഗമായിട്ടുണ്ട്. അവരുടെ പേരുകൾ പഠിക്കുക: ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, എ കെ ഗോപാലൻ, അക്കമ്മ ചെറിയാൻ, എ വി കുട്ടിമാളു അമ്മ. ഇത്രയും പേര് കേരളത്തിലെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്. മേജർ സ്ട്രഗിൾസ് റിലേറ്റഡ് ടു ദി ഫ്രീഡം മൂവ്മെന്റ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ കേരള. പിന്നെ കേരളത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരങ്ങളാണ് പഴശ്ശി കലാപങ്ങൾ, പഴശ്ശി റിവോൾട്ട്, പയ്യന്നൂർ സോൾട്ട് സത്യാഗ്രഹ, വൈക്കം സത്യാഗ്രഹ. ട്രൈ ടു ലേൺ മോർ അബൌട്ട് സച്ച് സ്ട്രഗിൾസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ കേരള. അപ്പോൾ ഇവരാണ് അക്കാമ ചെറിയാൻ, എ വി കുട്ടിമാളു അമ്മ, എ കെ ഗോപാലൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, കെ പി കേശവമേനോൻ, ടി കെ മാധവൻ. As a result of continuous struggles and protests, the British were forced to leave India. തുടർച്ചയായ പ്രൊട്ടസ്റ്റുകളും പരിശ്രമങ്ങൾക്കും ഒടുവിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകാൻ നിർബന്ധിതരായി. Thus, India gained independence on August 15, 1947. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. Every year we celebrate August 15 as Independence Day. എല്ലാ വർഷവും ഓഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഇനിയാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന നിലവിൽ വരുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. You must have noticed that some information under the title Constitution is included at the beginning and end of this textbook. Read it. നമ്മുടെ ബുക്കിൻ്റെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ പേജിലും ഏറ്റവും അവസാനത്തെ പേജിലും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന വാക്കിൽ തുടങ്ങുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഇൻഫർമേഷൻ അവിടെ ഉണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുക. ഫസ്റ്റ് പേജിലും ഏറ്റവും അവസാനത്തെ പേജിലും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് വായിക്കാൻ. Do you know who played a major role in preparing this constitution? ഈ ഭരണഘടന എന്ന് പറയുന്നത് ഒരു ബുക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ബുക്ക് തയ്യാറാക്കിയ ആൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കർ വാസ് ദ ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യ നിയമ മന്ത്രിയായിരുന്നു അദ്ദേഹം. Under his leadership, the text containing the laws of independent India was prepared. This book is known as Constitution of India. ഈ ബുക്ക് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് തയ്യാറാക്കുന്നത്. The Constitution of India came into force on January 26, 1950. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജാനുവരി 26 It contains laws related to our rights, duties, government and election. എല്ലാത്തിനെ കുറിച്ചും അതിൽ നിയമങ്ങളുണ്ട്. We should not forget that the freedom we enjoy today is the result of the selfless struggle and martyrdom of many people. It is the duty of each and every Indian to appreciate and safeguard this freedom. നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല, ഒരുപാട് പേരുടെ സ്ട്രഗിള് കാരണമാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്തത് ലെറ്റസാസസ് ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 15.
ലാസ്റ്റ് കേട്ടോ. ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ടു ഫോഴ്സ് 1950 ജാനുവരി 26 മാർക്ക് ചെയ്യുക. ക്വിറ്റ് ഇന്ത്യ ഡേ ഓഗസ്റ്റ് 9, 1942. ഗാന്ധിജി വാസ് ഷോട്ട് ഡെഡ്. ഗാന്ധിജി കൊല്ലപ്പെട്ടത് ജാനുവരി 30, 1948. അടുത്തത് ട്രൂ ഓർ ഫോൾസ് ആണ്. കെ കേളപ്പൻ ഈസ് കോൾഡ് കേരള ഗാന്ധി. ഇത് ശരിയാണ്, ട്രൂ. സോൾട്ട് സത്യാഗ്രഹ വാസ് എ സ്ട്രഗിൾ എഗൈൻസ്റ്റ് എക്സ്പോർട്ട് ഓഫ് സോൾട്ട്. അത് ഫോൾസ് ആണ്, തെറ്റ്. ദണ്ഡി മാർച്ച് സ്റ്റാർട്ടഡ് ഫ്രം പയ്യന്നൂർ. അത് തെറ്റ്, ഫോൾസ്. ഗാന്ധിജീസ് ബർത്ത് പ്ലേസ് പോർബന്ദർ ഈസ് ഇൻ ഗുജറാത്ത്. അത് ശരി, ട്രൂ. അടുത്തത് ആസ് പെർ ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ഇൻ ദ ഇലസ്ട്രേഷൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ഗാന്ധിജി. തന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ച് ഗാന്ധിജിയുടെ ചെറിയൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ആ ഷോർട്ട് നോട്ട്. എല്ലാം ഉൾപ്പെടുത്തണം. മഹാത്മാഗാന്ധി ബോൺ ഓൺ October 2, 1869 in Porbandar, Gujarat, is known as the father of the nation. He was raised by his parents Karamchand and Putalibai. His way of life was defined by simplicity and vegetarianism. Documented in his autobiography, The Story of My Experiments with Truth. His method of struggle relied on satyagraha, truth, force, and ahimsa, non-violence. During the freedom struggle, he led major movements like Dandi March and Quit India movement. He is remembered for character traits like integrity, courage, and his unwavering commitment to communal harmony. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ ഗാന്ധിജീനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് നേരത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് എഴുതാം, ഇതും നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അതിൽ ഉൾപ്പെടുത്താത്തത് ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ടുള്ള ചാപ്റ്റർ നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.